أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج ബഹീജ്. ബഹുമാനിരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത്. 1-ാമത്തെ ആയത്തിലൂടെ ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുള്ളവരാകണം? നമുക്ക് ഒരു അന്ത്യനാൾ വരാനുണ്ട്. അതിനുശേഷം ശാശ്വതമായൊരു ജീവിതമുണ്ട്. അതുകൊണ്ടെല്ലാം ആ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പ് ഭൂമി ലോകത്ത് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ വളരെ അത്ഭുതങ്ങൾ, സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കാനുണ്ട്. ഭൂമിയുടെ പ്രകമ്പനമുണ്ട്. ആ സമയത്ത് മനുഷ്യന്റെ അവസ്ഥകളൊക്കെ വിശദീകരിച്ചു. അതുകൊണ്ടെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യരുടെ കൂട്ടത്തിലെ ചില ആളുകൾ വെറുതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായി യാതൊരു അറിവും ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ ഒരു അറിവില്ലെങ്കിലും വെറുതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അവർ പിൻപറ്റുന്നത് ധിക്കാരികളായ പിശാചുക്കളെയാണ്. ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ ജീവിതവും പിൻപറ്റിക്കൊണ്ട് ജീവിക്കേണ്ടതിന് പകരം അതിൽ നിന്ന് മാറി വേറെ ഏത് മാർഗം സ്വീകരിച്ചാലും, എന്തിനെ പിൻപറ്റിയാലും, ആരെ പിൻപറ്റിയാലും, അള്ളാഹുവിനെയും റസൂലിനെയും സ്വഹാബത്തിന്റെ പാതയും വിട്ടുകൊണ്ട് ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വേറെ ആരെ നമ്മൾ തഖ്ലീദ് ചെയ്താലും അത് മുഴുവൻ പിശാചിന്റെ വഴികളാണ്, പിശാചിന്റെ മാർഗമാണ്. പിശാചിന്റെ മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ, അള്ളാഹുവിനെ മാറ്റിവെച്ച് ശൈത്താനിനെ ആരെങ്കിലും രക്ഷാധികാരിയായി സ്വീകരിച്ചാൽ, പിശാച് ആരാണോ തന്നെ രക്ഷാധികാരിയായി സ്വീകരിച്ചത് അവരെ വഴികേടിലേക്ക് കൊണ്ടുപോകും, നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. വീണ്ടും ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്ക് പുനരുദ്ധാരണ നാളിൽ പരലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിക്കാൻ കഴിയും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് ചെറുപ്പം, യുവാക്കൾ ഏറ്റവും കൂടുതൽ വഴികേടിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിരീശ്വരവാദമാണ്. പടച്ചവരിലുള്ള വിശ്വാസമില്ലായ്മയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന വിശ്വാസമൊക്കെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഉലമാക്കൾ പഠിപ്പിച്ചു, ഫഹാകും ദലീലൈനി അഖ്ലിയൈനി തുശാഹിദൂനഹുമാ കുല്ലു വാഹിദിൻ മിൻഹുമാ യദുല്ലു ദലാലതൻ ഖത്ഇയതൻ അലാ മാ ശകക്തും ഫീ വയുസീഉ അൻ ഖുലൂബികും الريب അഹദുഹുമാ الاستدلال بابتداء خلق الانسان وان الذي ابتدأه سيعيد والدليل ثاني احياء الارض بعد موتها. തഫ്സീർ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീറിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അദ്ദേഹം ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ തഫ്സീർ എടുക്കാനുള്ള കാരണം നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ്.
മറ്റുള്ള തഫ്സീറുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഫഹാക്കും ദലീലൈനി അഖലിയൈനി തുശാഹിദൂനഹുമാ, ഈ ആയത്തുകൾ, ഈ ആയത്ത്, നമ്മൾ ഈ സൂറത്ത് ഹജ്ജിലെ ഈ ഒരു ആയത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ കാണാവുന്ന തരത്തിലുള്ള രണ്ട് ബുദ്ധിപരമായ തെളിവുകളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. എന്തിനാണ് ഈ തെളിവ് കൊണ്ടുവരുന്നത്? പരലോകമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ജീവിതമുണ്ട് എന്ന് ചിന്തിക്കാൻ, ആലോചിക്കാൻ നമ്മുടെ മുന്നിലുള്ള രണ്ട് തെളിവുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. കുല്ലു വാഹിദിൻ മിൻഹുമാ യദുല്ലു ദലാലതൻ ഖത്ഇയ്യതൻ അലാ മാ ശഖഖ്തു ഫീ, അവയിൽ ഓരോന്നും നിങ്ങൾ സംശയിച്ച കാര്യത്തിൽ വ്യക്തവും നിർണായകവുമായ തെളിവാണ്. ഈ രണ്ട് കാര്യങ്ങളിലും ഓരോന്നും നമ്മൾ പരിശോധിച്ചാലും ഓരോന്നും, ഒന്നും രണ്ടും നമുക്ക് വ്യക്തമായ തെളിവാണ് നമുക്ക് നൽകുന്നത്. വയുസീലു അൻ ഖുലൂബികും റൈബ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള സംശയങ്ങൾ എന്ത് ചെയ്യും? അത് നീക്കിക്കളയും. പരലോകത്തെക്കുറിച്ച് നമ്മൾ സംശയാലുക്കളാണ്. ആ സംശയത്തെ എന്ത് ചെയ്യും? അത് നീക്കിക്കളയും. അഹദുഹുമാ അൽ ഇസ്തിദ്ലാലു ബിഇബ്തിദാഇ ഖൽഖിൽ ഇൻസാൻ, ഒന്നാമത്തെ തെളിവ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചിന്തകളെ, ബുദ്ധിയെ കൊണ്ടുപോയി മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ ആരായിരുന്നു? ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഭദ്രമായ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി നുത്തുഫയുടെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു. നുത്തുഫ എന്നുള്ളത് ഒരു ഇന്ദ്രിയത്തുള്ളി, ഒരിറ്റു വെള്ളം, അതാണ് നുത്തുഫ എന്നുള്ളത്. ആ നുത്തുഫയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്താക്കി? രക്തപിണ്ഡമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു രക്തപിണ്ഡമാക്കി മാറ്റി. ഒരു രക്തക്കട്ടയുടെ രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റി എന്നുള്ളതാണ്. അവിടെ നിന്ന് മുതുക, ഒരു മാംസപിണ്ഡം, നമ്മൾ വായിലൊക്കെ ഇറച്ചി കഷ്ണം ഇട്ട് നന്നായിട്ട് ചവച്ചരച്ച് പുറത്തേക്ക് എടുത്തുന്ന ഒരു രൂപത്തിൽ, ആ ഒരു രൂപത്തിലേക്ക് തഫ്സീറുകളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റി. മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, രൂപം നൽകപ്പെട്ടതായ, രൂപം പിന്നെ നൽകപ്പെടാത്തതുമായ. ചിലപ്പോൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലേക്ക് പിന്നീട് നമ്മളെ മുതൽക്ക് ശേഷം മാറ്റും. ചിലപ്പോൾ എന്ത് ചെയ്യില്ല, രൂപം നൽകൂല. അതിന് മുമ്പ് എന്ത് ചെയ്യും? ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയായിരിക്കും. നമുക്കൊക്കെ രൂപം കിട്ടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. ലക്കും, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി. അങ്ങനെ രൂപം നൽകിയതിനു ശേഷം നാം താമസിപ്പിക്കുന്നു ഫിൽ അർഹാമി, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ മാനശാ, നാം ഉദ്ദേശിക്കുന്ന ഒരു കാലം, 9-9.5 മാസത്തോളം കാലം അവിടെ ജീവിപ്പിക്കുകയാണ്. ഇല അജലി മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ പിന്നീട് രൂപം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നമ്മളെ താമസിപ്പിക്കുകയാണ്. പിന്നീട് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നു. എങ്ങനെ? തിഫ്ലൻ, ഒരു കുട്ടിയായി, ഒരു ശിശുവായി നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പിന്നീട് അതിന് ശേഷം കുട്ടിയായി പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അശുദ്ധക്കും അമിൻകും മൻ യുതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, മനുഷ്യന്റെ ജീവിതത്തിലെ ഘട്ടങ്ങൾ വിശദീകരിക്കാൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ ചെറുപ്പ കാലഘട്ടമുണ്ട്, അത് കഴിഞ്ഞ് ആരോഗ്യ കാലഘട്ടമുണ്ട്, അത് കഴിഞ്ഞ് വാർദ്ധക്യ കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. സുമ്മ ലിതബലുഗു അശുദ്ധകും വമിൻകും മൻ യുതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. അല്ലാഹു നമ്മളെ ചെറുപ്പത്തിൽ മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു തിഫിലായിരുന്നു, ഒരു ദുർഫിന്റെ കാലഘട്ടം, ദുർബല കാലഘട്ടം, ഒന്നിനും പറ്റാത്ത ഒരു കാലഘട്ടം. ആരെങ്കിലും വായിലേക്ക് ഭക്ഷണം തന്നാൽ അത് കഴിക്കുക, വെള്ളം തന്നാൽ അത് കുടിക്കുക, അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റാത്ത, ഓടാൻ പറ്റാത്ത ഒരു കാലഘട്ടം. ഇരുന്നിടത്തിരുന്ന് കാഷ്ടിക്കുക, മൂത്രിക്കുക. അത് മാതാവിന്റെ ശരീരത്തിനാണെങ്കിലും വേണ്ടില്ല, പിതാവിന്റെ ശരീരത്തിനോ എവിടെയാണെങ്കിലും. അങ്ങനത്തെ ബോഫിൽ നിന്ന് പിന്നീട് ഖുവ്വത്തിന്റെ കാലഘട്ടം നൽകി. ചിലപ്പോൾ ചില ആൾക്കാർ തിഫിലേ പോകും, ഖുവ്വത്തിലേക്ക് കടക്കൂല. ചില ആൾക്കാർ ഖുവ്വത്തിന്റെ കാലഘട്ടത്തിൽ മരിക്കും. ഒരു സുവർണ കാലഘട്ടം എന്നുള്ളത് ഒരു ഖുവ്വത്തിന്റെ കാലഘട്ടം, അതായത് യുവത്വ കാലഘട്ടം, അതാണ് സുവർണ കാലഘട്ടം. അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നീട് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, അല്ലെ, പ്രായാധിക്യത്തിലേക്ക് പോകുന്ന. ആദ്യം പറഞ്ഞ ആ തിഫിലിന്റെ കാലഘട്ടത്തിൽ ദുഅഫ് ഉണ്ടല്ലോ, അതേ ദുഅഫ് തന്നെയാണ് നമുക്ക് വാർദ്ധക്യത്തിലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. നമ്മൾ തിഫിലായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളപ്പോൾ ആരോഗ്യ ഖുവ്വത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് ആ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങളും ഒത്താശകളും ഒക്കെ ചെയ്തു കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു മനുഷ്യന്റെ
ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് അവന്റെ മരണം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. വിശദീകരിക്കുക. നമ്മുടെ ശരീരത്തെ കുറിച്ച് ആലോചിക്കുക. നമ്മളെ പോലെ തമ്പുള്ള വിരലുള്ള ഒരാളില്ല ലോകത്ത്, ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കൂല അല്ലെ. നമ്മളെ രണ്ട് വിരലും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെ രണ്ട് വിരലും തമ്മിൽ, ഈ വിരലും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കണ്ണുകൾ വ്യത്യാസമുണ്ട്. എന്നെ പോലെ കണ്ണുള്ള, അതുകൊണ്ടാണ് എയർപോർട്ടിൽ ചെന്നാൽ നോക്കാൻ പറയുന്നത്, മനസ്സിലായോ? നമ്മുടെ കാറുകൾ തമ്മിൽ വ്യത്യാസം. ഇത്ര സൂക്ഷ്മമായി നമ്മുടെ ശരീരത്തെ പിന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു റബ്ബ് അല്ലെ. അതൊക്കെ പിന്നെ ഭൂമിയുടെ പ്രകൃതികളാണ്. അതൊന്നും പ്രത്യേകിച്ച് സൃഷ്ടാവൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെയാണ് വാദിക്കുന്നത് എങ്കിൽ ശൂന്യതയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? എടുത്തു കാണിക്കാൻ ഒരു പേന, ഒരു പെൻസിൽ, ഒരു കട്ടർ, റബ്ബറോ എന്തെങ്കിലും ഒന്നുമില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ശൂന്യതയിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ എടുത്തു കാണിച്ചു തരാൻ പറ്റുന്ന ഒന്നും നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉറച്ചു വിശ്വസിക്കണം, ഈ പ്രപഞ്ചം, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് ചോദിച്ചത്, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. പുനരുദ്ധാരണ നാളിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളെ കുറിച്ച്. നുത്ഫയിൽ നിന്ന് ഇങ്ങനെ അലകയാക്കി, മുതകയാക്കി, തിഫലാക്കി അല്ലെ, സുന്ദരമായി നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന മുദബ്ബിറുൽ ആലമായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബ് പഠിപ്പിക്കുകയാണ്, ഈ രൂപത്തിൽ നിങ്ങളെ പടച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ മരണത്തിന് ശേഷം ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ഒരു ലോകം അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതുണ്ട് എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഉലമാക്കൾ വിശദീകരിച്ചു. ഒന്നാമത്തെ വിഷയം മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്. ആദ്യമായി സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ രണ്ടാമത് ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എന്നൊക്കെ ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നു. രണ്ടാമത് ഒരു കാര്യം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു കാര്യം കൂടെ എന്ത് ചെയ്തു? ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. അതായത് നിർജീവമായ മരിച്ചുപോയ, അങ്ങനെ പറയാം, മൗത്ത് അല്ലെ, നിർജീവമായ ഒരു ഭൂമിയായിരുന്നു. ആ ഭൂമിയെ ജീവിപ്പിച്ചവനാണ്, അല്ലെങ്കിൽ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ. അങ്ങനെ ഭൂമിയെ നിർജീവാവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അബൂ പറയാം, വതറൽ അർള ഹാമിദതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാ ഫഇദാ അൻസൽനാ അലൈഹൽ മാ തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഒരു മഴയിറക്കി വ്യത്യസ്ത രൂപത്തിലുള്ള പിന്നെ ചെടികളെ മുളപ്പിക്കുന്നവൻ, അങ്ങനെ നമുക്ക് ആഹാരം നൽകുന്നവൻ അല്ലെ. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് നിങ്ങളെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല. പിന്നെ അതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തി നന്മ ആഗ്രഹിക്കുന്നുണ്ടോ? നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലഹരികളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന്, മറ്റുള്ള തിന്മകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടാവിനുള്ള വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ആദ്യം ഉറപ്പിക്കാം. അതിനുശേഷം ആ സൃഷ്ടാവ് എന്തൊന്നിലെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതിലെല്ലാത്തിനും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാഫ് അല്ലെ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ലോകം. നന്മ ചെയ്യുന്നവർക്ക് ഇവിടെ എന്തില്ല, പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലോകം അനിവാര്യമാണ്. അതാണ് പരലോകം. ആ വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും മാറി സഞ്ചരിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.